കുട്ടികളുടെ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞ് പുതിയ സ്ഥിരദന്തങ്ങൾ വരുന്നത് സാധാരണയായി 6 വയസ്സ് മുതലാണ്. എന്നാൽ ഓരോ കുട്ടികളിലും ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. സാധാരണയായി പല്ലുകൾ മാറുന്ന ക്രമം താഴെ പറയുന്ന രീതിയിലാണ്. പല്ലുകൾ മാറുന്ന പ്രായം 5 മുതൽ 7 വരെ വയസ്സ്. താഴത്തെ നിരയിലെ മുൻപല്ലുകളാണ് സാധാരണയായി ആദ്യം കൊഴിയുന്നത്. അതിനുശേഷം മുകളിലെ മുൻപല്ലുകളും കൊഴിയും. 9 മുതൽ 12 വരെ വയസ്സ്. ഈ പ്രായത്തിലാണ് വശങ്ങളിലെ പല്ലുകളും പ്രീമോളാസ് കോമ്പല്ലുകളും കാനൈൻസ് കൊഴിഞ്ഞ് പുതിയവ വരുന്നത്. 12 മുതൽ 13 വരെ വയസ്സ്. മിക്കവാറും കുട്ടികളിൽ ഈ പ്രായമാകുമ്പോഴേക്കും എല്ലാ പാൽപ്പല്ലുകളും കൊഴിഞ്ഞ് 28 സ്ഥിരദന്തങ്ങൾ വന്നിട്ടുണ്ടാകും. ജ്ഞാനപ്പല്ലുകൾ അഥവാ വിസ്ഡം ടീത്ത് വരുന്നത് സാധാരണ 17 മുതൽ 21 വരെ വയസ്സിലാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. 1. ക്രമം പ്രധാനമാണ്. പല്ല് കൊഴിയുന്ന പ്രായത്തേക്കാൾ അത് ഏത് ക്രമത്തിൽ കൊഴിയുന്നു എന്നത് ശ്രദ്ധിക്കണം. സാധാരണയായി ഏത് പല്ല് ആദ്യം വന്നോ ആ പല്ലായിരിക്കും ആദ്യം കൊഴിയുന്നത്. 2. പുതിയ പല്ലുകൾ. പാൽപ്പല്ലുകൾ കൊഴിയുന്നതിന് മുൻപ് തന്നെ 6-ാം വയസ്സിൽ മോണയുടെ പിൻഭാഗത്തായി പുതിയ അണപ്പല്ലുകൾ ഫസ്റ്റ് മോളാസ് വരാറുണ്ട്. ഇവ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞുവരുന്നവയല്ല, മറിച്ച് നേരിട്ട് വരുന്നവയാണ്. 3. ഇളകുന്ന പല്ലുകൾ. പല്ലുകൾ സ്വാഭാവികമായി ഇളകി വീഴാൻ അനുവദിക്കുന്നതാണ് നല്ലത്. ബലം പ്രയോഗിച്ച് പറിച്ചെടുക്കുന്നത് വേദനയ്ക്കും അണുബാധയ്ക്കും കാരണമായേക്കാം. ഒരു പ്രധാന ടിപ്പ്: കുട്ടികളുടെ പല്ലുകൾ വല്ലാതെ വൈകിയാണ് കൊഴിയുന്നതെന്നോ അല്ലെങ്കിൽ പുതിയ പല്ലുകൾ വരാൻ താമസമെടുക്കുന്നു എന്നോ തോന്നിയാൽ ഒരു ദന്തഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും.